വിജയം ഉറപ്പിച്ചു. അതിനെക്കുറിച്ച് പറയുമോ? തീർച്ചയായിട്ടും സുരേഷ് ഗോപി മറ്റുള്ള എല്ലാ കണക്കുകളെയും ഭേദിച്ചുകൊണ്ട്, നമ്മൾ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു ലീഡിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു നന്മയുടെ വിജയത്തിനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനിതിനെ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആഹ്ലാദാരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ പറഞ്ഞത് BJP കോഴിമുട്ടായി തീരുന്ന ആ കോഴിമുട്ട ഇന്ന് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ആളുകൾ എറിയുന്ന രീതിയിലേക്ക് ഇന്നത്തെ വിജയം മാറിയിരിക്കുകയാണ്. ചീന കോഴിമുട്ട അദ്ദേഹത്തിന്റെ തലയിലേക്ക് വരാതിരിക്കാൻ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് വലിയ പരാജയമാണ്. ആൾക്കാർ ചീഞ്ഞ കോഴിമുട്ട വലിച്ചെറിഞ്ഞതിനേക്കാൾ ഭീകരമായ, അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ ഒരു പരാജയമാണ് മുരളീധരന് നേരിട്ടിരിക്കുന്നത്. പ്രതാപന്റെ ഉമ്മവെക്കലുകളൊക്കെ ഈ സംശയത്തിന് അതീതമാണ്. സംശയാസ്പദമായിട്ടുള്ള ഉമ്മവെക്കലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വരാനിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നന്മയുടെ ഏതൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടാലും, എത്രയൊക്കെ ആളുകൾ എതിർത്താലും, ഏതൊക്കെ രീതിയിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടായാലും അധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ പരാജയപ്പെടും. ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന, നന്മയുടെ വിജയത്തിനായി കാക്ഷിക്കുന്ന ജനങ്ങൾ ധർമ്മവും നന്മയും എല്ലാ കാലത്തും വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് ഭാരതീയ സംസ്കാരത്തിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. സനാതന ധർമ്മത്തിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ തൃശ്ശൂരിലെ നന്മയുള്ള ജനങ്ങൾ, നല്ല ഹൃദയത്തിനുടമയായിട്ടുള്ള ജനങ്ങൾ, മറ്റൊരു നല്ല ഹൃദയത്തിന്റെ ഉടമയായ സുരേഷ് ഗോപിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കും കേരളത്തിലെ തുടർന്നുള്ള വളർച്ചയ്ക്കും വളരെയധികം പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം സന്തോഷവും ഊർജവും നൽകുന്ന ഒരു വിജയമായി മാറുകയാണ്. വരാനിരിക്കുന്ന കാലം തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടേതായി തീരും എന്നുള്ളതിൽ ശുഭപ്രതീക്ഷയോടെയാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും. ഇതിനെക്കുറിച്ച് പറയാൻ ഞങ്ങൾ മുൻപേ പ്രതീക്ഷിച്ചിരുന്ന വിജയമാണ് ഇത്. പക്ഷെ പലരും പലതരത്തിലും മറ്റുള്ള പാർട്ടികളെയും അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് വിചാരിച്ചിരുന്നത് വിജയിച്ചില്ല എന്നുള്ള രീതിയിലാണ്. അതിനുള്ള മറുപടി ആയിട്ടാണ് വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് സുരേഷ് ഗോപി സാർ ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം കിട്ടിയിട്ടുണ്ട്. നല്ല മനസ്സിന് ഒരു ഇടം കിട്ടിയ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇതിന് നമ്മുടെ ഇന്ത്യ ഇവിടെ ഒരു കേരളത്തില് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി ഇതിലും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ചേച്ചി, ഇത്തരത്തിലൊരു വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഇപ്രാവശ്യം എന്ത് വില കൊടുത്തും ഞങ്ങൾ വിജയിക്കും എന്നുള്ള രീതിയില് ജനങ്ങളുടെ മനസ്സിലുള്ള അവർക്ക് ഒരു ഇടം കിട്ടിയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നും നമ്മളിവിടെ ഒത്തുകൂടിയത്. ഇനി അതിന്റെ ആഹ്ലാദത്തിനുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാവരും. വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. 50,000 കടന്നപ്പോഴാണ് ഞങ്ങളുടെ കാലം കൊണ്ട് ഉറപ്പിച്ച് നിന്നത്. പല രാഷ്ട്രീയമാണല്ലോ, പലതും മാറി മറിയാം. അതിന്റെ ഒരു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മാർക്കറ്റിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് എന്നെ കളിയാക്കില്ലായിരുന്നു. നോക്കിക്കോ രക്ഷയില്ല മോളെ എന്ന് പറഞ്ഞിട്ട്, വേറെ പരിഹാസം രീതിയിലല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ കളിയാക്കലായിരുന്നു. ഞങ്ങൾ IT കോൾ സെന്ററിൽ ഉണ്ടായിരുന്നു ഇലക്ഷനോടനുബന്ധിച്ചുള്ള. അതിന് മുമ്പ് പ്രവർത്തിച്ചിട്ട്, പക്ഷെ കോൾ സെന്ററിൽ ഇരുന്നിട്ട് നമുക്ക് ഉപഭോക്താക്കളുടെ പല വെല്ലുവിളികളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ആനുകൂല്യങ്ങൾ ചെയ്യുന്നവരോടാണ് ചോദിക്കുന്നത്. പക്ഷെ അതിലും നമുക്ക് ഈ ഒരു 2,000 തരുന്നോണ്ടാണോ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. മോദിയെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്ത, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്ന പ്രതികരണങ്ങൾ. ഇത് കുറച്ച് കഴിഞ്ഞപ്പോ മാറുണ്ടായിരുന്നു. പലവരും നല്ല രീതിയിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മുസ്ലിം വരെ നല്ല മര്യാദയിൽ സംസാരിച്ചു. മുസ്ലിം മാർക്സിസ്റ്റ് സഹോദരങ്ങൾ വളരെ മര്യാദയിൽ സംസാരിച്ച് നിങ്ങൾ ആനുകൂല്യം വാങ്ങിക്കുന്നവരാണ്. അതിന്